ഇന്ദ്രിയപ്പം പുഴുങ്ങി അത് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ അന്ത്യത്താഴത്തെ ഭവനങ്ങളിൽ തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ത് എന്ന് വ്യക്തമായ അറിവോടെയാണ് അപ്പൻ അമ്മയുടെ കാല് കഴുകുന്ന മനസ്സുള്ള വ്യക്തിയായിരിക്കും. അമ്മ അപ്പൻ്റെ കാല് കഴുകുന്നവരാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവനും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അന്ത്യത്താഴ വിരുന്നിനെ ഓർമ്മിക്കുന്ന പെസഹ വ്യാഴം ആചരിക്കുകയാണ്. താൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായി എന്ന തിരിച്ചറിവിൽ നിന്ന് ഈ ലോകം വിട്ട് തനിക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി എന്ന അവബോധത്തിൽ നിന്ന് ഈശോ ശിഷ്യരോടൊത്ത് അന്ത്യത്താഴം ഭക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ പുണ്യദിനം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭൂമികയിൽ ഒരുപാട് പ്രസക്തിയുള്ള ഒരു ദിനമാണ് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കിയാൽ ഈ പുണ്യദിനം ഒന്നാമതായി നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തിനുള്ള ഒരുക്കമാണ്. മരണത്തിലേക്ക് ഇപ്രകാരം വിജയിയെപ്പോലെ കടന്നു പോകുന്ന ശിഷ്യരോടൊത്ത് ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ എല്ലാം പൂർത്തിയാക്കിയവൻ്റെ വിജയഭാവത്തോടെ കടന്നു പോകാൻ നമ്മുടെ കർത്താവിന് കഴിയുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധാർഹമായ സത്യമാണ്. എങ്ങനെ ജീവിച്ചു എന്നുള്ളത്, എപ്രകാരം ഒരു വ്യക്തി മരണത്തെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ മാനദണ്ഡമാണ് എന്ന് മഹാനായ സോക്രട്ടീസ് പറഞ്ഞത് ഇത്തരണത്തിൽ സത്യമാണ്. കാരണം ഈശോ ജീവിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ത് എന്ന് വ്യക്തമായ അറിവോടെയാണ് അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചത്. ആ ജീവിതത്തിൻ്റെ സുന്ദരമായ പരിസമാപ്തി അവിടുന്ന് കാൽവരിയിൽ പൂർത്തീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മരണത്തിലേക്ക് കടന്നുപോയത് എത്രമേൽ ശാന്തഗംഭീരമായിട്ടാണ്. മരണം ഭയത്തിൻ്റെ അരൂപി പ്രദാനം ചെയ്യേണ്ടതല്ല, മറിച്ച് ദൈവത്തിനു മുമ്പിൽ തങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാനുള്ള വേദിയാണത്, അതിനുള്ള അവസരമാണ് എന്ന തിരിച്ചറിവ് ഈ പെസഹ വ്യാഴാഴ്ചയിലെ കർത്താവിൻ്റെ വിടവാങ്ങൽ നമുക്ക് തരുന്ന ഏറ്റവും സുന്ദരമായ ആദ്യ ചിന്തയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമതായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ശിഷ്യന്മാരുടെ കാല് കഴുകി ചുംബിക്കുന്ന രംഗം ഈ പെസഹ വ്യാഴാഴ്ചയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗമാണ്. ഈശോ കാല് കഴുകി പത്രോസിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കില്ല. ഉടനെ ഈശോ പറയുകയാണ്, ഞാൻ നിൻ്റെ കാല് കഴുകിയില്ല എങ്കിൽ നിനക്ക് എന്നോടൊത്തൊരു ബന്ധവും ഉണ്ടാവില്ല. ഉടൻ പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്നെ പൂർണ്ണമായും അങ്ങ് കഴുകണമേ. ഉടനെ ഈശോ പറഞ്ഞു, സ്നാനം കഴിഞ്ഞവൻ്റെ കാല് മാത്രം കഴുകിയാൽ മതിയെന്ന്. സ്നാനമെന്നത് വിശുദ്ധ മാമോദീസായെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ കാല് കഴുകലാകട്ടെ ആത്യന്തികമായി അത് കുമ്പസാരം എന്ന കൂദാശയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രതീകാത്മകമായി കർത്താവ് കാലുകൾ കഴുകി ചുംബിക്കുമ്പോൾ അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം തന്ന പരിശുദ്ധി ഏതെങ്കിലും വിധത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ ഇടവന്നിട്ടുണ്ട് എങ്കിൽ ആ പരിശുദ്ധി വീണ്ടെടുക്കാനുള്ള ഏറ്റവും സുന്ദരമായ അവസരമാണ് ഈ പെസഹാകാലം. അതുകൊണ്ടാണ് തിരുസഭാ മാതാവ് പെസഹാകാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പവിത്രമായി, മനസ്സിനെ വിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ പൊരുള് നമ്മുടെ കർത്താവ് കാല് കഴുകിക്കൊണ്ട് നമുക്ക് നൽകിയ ഈ ഒരു വലിയ മാതൃകയാണ്. നമ്മൾ കേവലം കാല് മാത്രം കഴുകിയാൽ പോരാ, നമ്മുടെ അന്തരാത്മാവിനെ കഴുകി കുറവുകളെ പരിഹരിച്ച് പരിശുദ്ധമായ മനസ്സോടെ പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ ഈ പുണ്യദിനത്തിൽ എല്ലാ ദൈവമക്കൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ കാല് കഴുകൽ എളിമയുടെ ശുശ്രൂഷയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ എളിമ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നാം അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷയാണ്. അപ്പൻ അമ്മയുടെ കാല് കഴുകുന്ന മനസ്സുള്ള വ്യക്തിയായിരിക്കും. അമ്മ അപ്പൻ്റെ കാല് കഴുകുന്നവരായിരിക്കും. മാതാപിതാക്കൾ മക്കളുടെ കാലും, മക്കൾ മാതാപിതാക്കളുടെ കാലും കഴുകുന്നവരാണ്. കാല് കഴുകൽ എന്നത് ഒരു
ചിന്തയാണ്. മറ്റൊന്നുമല്ല, അപരൻ ശ്രേഷ്ഠനും ആദരിക്കപ്പെടേണ്ടവനുമാണ് എന്ന അവബോധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാലുകഴുകൽ. മറ്റുള്ളവരെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അവരുടെ വികാരങ്ങളെ മാനിക്കാൻ, അവരുടെ സങ്കടങ്ങളെ കരുതലോടെ നോക്കിക്കാണാൻ, അവരുടെ ഒപ്പം നിൽക്കാനുള്ള പ്രതിബദ്ധതയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാലുകഴുകൽ. ശിഷ്യന്മാരെപ്പോഴും മത്സരിച്ചത് തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. വലുതാകാൻ 100,000 കാരണങ്ങളുള്ള മനുഷ്യർക്ക് ചെറുതാകാൻ ഒരു കാരണവും കണ്ടെത്താൻ കഴിയുന്നില്ല. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് സകലരും തർക്കിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ സകല ഭിന്നതകൾക്കും, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കും, കുടുംബത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ഭിന്നതയ്ക്കും, സ്ഥാപനങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിനും ഇടവരുത്തുന്നത് എന്ന് നമുക്കറിയാം. പരസ്പരം വഞ്ചിച്ചും കുതികാലുവെട്ടിയും ചതിച്ചും തങ്ങൾ വലിയവരാണ് എന്ന് സ്ഥാപിക്കാൻ ഈ ലോകം മത്സരിക്കുമ്പോൾ ക്രിസ്തു വ്യത്യസ്തമായൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ ആ മാതൃകയോളം മഹത്തായ ഒരു സമാധാനത്തിൻ്റെ മാതൃകയില്ല എന്ന സത്യം പ്രിയപ്പെട്ടവരെ ഈ പുണ്യദിനത്തിൽ നമുക്ക് ഗ്രഹിക്കാം. ഈ ദിനം പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ദിനമാണ്. മനുഷ്യരോടൊത്ത് നിത്യമായിരിക്കുവാൻ, മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ അവൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റാൻ, അവൻ്റെ സന്തോഷങ്ങളിൽ അവനെ അഭിനന്ദിക്കാൻ, അവനോട് കൂടെ വസിക്കുന്ന ഇമ്മാനുവേലായ ദൈവത്തിൻ്റെ ദിവ്യമായ നിത്യമായ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മളോടൊത്ത് വസിക്കുന്ന കർത്താവ് പെസഹായിൽ കടന്നു പോയവനല്ല, അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പെസഹായിൽ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ ദിവ്യമായ ചിന്തകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ പെസഹായുടെ പുണ്യ സ്മരണ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വീട്ടിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ കടമെടുത്ത ഒരു വലിയ സത്യമാണ്. പെസഹായുടെ നാളിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് എപ്രകാരം അത്ഭുതകരമായ ഇടപെടലിലൂടെ സ്വാതന്ത്ര്യം നൽകി എന്നുള്ള ആദ്യത്തെ പുറപ്പാട് സംഭവത്തിൻ്റെ ഓർമ്മയാണ് ഓരോ നീസാൻ 14-ാം തീയതിയുടെ പെസഹാ തിരുനാളിലും യഹൂദർ ആചരിച്ചിരുന്നത്. ആ യഹൂദ ആചാരത്തിൻ്റെ അതേ രൂപഭാവങ്ങളോടുകൂടി, കർമ്മക്രമങ്ങളോടുകൂടിയാണ് നമ്മുടെ വീടുകളിൽ നാം അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത്. പഴയ നിയമത്തിലെ പെസഹാ തിരുനാളിൻ്റെ ആചരണത്തിൻ്റെ വായനകളും കുടുംബനാഥൻ മുഖ്യ കാർമ്മികനായി നിന്നുകൊണ്ട് നടത്തുന്ന ശുശ്രൂഷകളും പ്രാർത്ഥനകളും അപ്പം മുറിക്കലും ഒക്കെയും ഒരേ സമയം അത് ഒരു കുടുംബ ആരാധനാക്രമത്തിൻ്റെ തനത് സവിശേഷതയും കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പം വർദ്ധിപ്പിക്കുന്ന സുന്ദരമായ ശുശ്രൂഷയും അയൽവക്കങ്ങൾ തമ്മിലുള്ള ക്രിസ്തീയ സ്നേഹത്തിൻ്റെ സുന്ദരമായ സാക്ഷ്യവുമായിട്ടാണ് പരമ്പരാഗതമായി നാം ആചരിക്കുന്നത്. ഇന്ദ്രിയപ്പം പുഴുങ്ങി അത് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ അന്ത്യത്താഴത്തെ ഭവനങ്ങളിലെ സുന്ദരമായ ശുശ്രൂഷയായി അനുഷ്ഠിക്കുന്ന നമ്മുടെ വിശുദ്ധമായ പാരമ്പര്യങ്ങൾ ഇന്നേ ദിനം നമുക്ക് പീഡാനുഭവത്തിൻ്റെ ഓർമ്മ നവീകരിക്കാൻ അവസരമായി തീരട്ടെ എന്ന ആശംസയോടെ പെസഹാ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും, വിശിഷ്യ ശാലോമിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കും.